ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടെ പ്രൊമോ റിവ്യൂ കൂടി പറയാട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അശ്വിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ പേപ്പർ സൈൻ ചെയ്യിപ്പിച്ചേ പറ്റൂ എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ശ്യാമിന് ജയിക്കാൻ സമ്മതിക്കത്തൂല്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലാട്ടോ ശ്രുതി. അത് മാത്രമല്ല, ശ്യാമിനെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ അശ്വിന് മുമ്പിൽ പറയിപ്പിക്കണം. ശ്യാം പറഞ്ഞാൽ മാത്രമേ ഇനി അശ്വിൻ വിശ്വസിക്കുള്ളൂ. അല്ലാതെ അശ്വിൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതായത് കണ്ണിൽ കാണുന്ന കാഴ്ചകൾ മാത്രമേ ഈ അശ്വിൻ സ്ഥലം വിശ്വസിക്കുള്ളൂ എന്ന്. അതെ, അപ്പൊ കൺമുമ്പിൽ ആ കാഴ്ചകളെല്ലാം തന്നെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അശ്വിൻ സർ എന്നെ വിശ്വസിക്കുള്ളൂ. വിശ്വസിച്ച് എന്നെ ഭാര്യയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ അത് മാറ്റിയേ പറ്റൂ. അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ഞാൻ ചതിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതെങ്ങനെയെങ്കിലും എനിക്ക് മാറ്റിയേ പറ്റൂ. അതെന്റെ കടമയാണ്. അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് എന്റെ ചേച്ചിനെ പോലും അശ്വിൻ സാരാമും ഈ വീട്ടുകാർ നാളെ ഒരു സമയത്ത് വെറുക്കാൻ കാരണമാകും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റും. കുഴപ്പമില്ല. പക്ഷേ ഈ പേപ്പേഴ്സിൽ ഞാൻ എങ്ങനെ അശ്വിൻ സാരാമിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും എന്ന് ശ്രുതിനെ ആലോചിക്കുകയാണ്. ആ സമയത്താണ് അശ്വിന്റെ കമ്പനിയിൽ നിന്ന് പേപ്പേഴ്സിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ വരുന്നത്. ഇതന്നെ പറ്റിയ അവസരം. ഈ ഫയലിലെ പേപ്പേഴ്സിൽ ഒപ്പിടുന്ന കൂട്ടത്തിൽ അശ്വിൻ സാറിനെ കൊണ്ട് ഈ പേപ്പറിൽ ഒപ്പിടിപ്പിക്കണം. നോക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ അശ്വിന്റെ ആ പേപ്പേഴ്സും ഫയലും കാര്യങ്ങളൊക്കെ ആകാശിന്റെ കയ്യിലാട്ടോ. ശ്രുതി വരുന്നുണ്ട്. ആകാശേട്ട, അശ്വിൻ സാറിന് എന്തോ ഫയലും കാര്യങ്ങളും ഒപ്പിടാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടേ കൊടുക്കാൻ വേണമെങ്കിൽ അത് വേണ്ട ശ്രുതി, ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. അത് സാരില്ല, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്യാം തന്ന പേപ്പർ ചുരുട്ടി പുറകിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ശേഷം ആ ഫയൽ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ അശ്വിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കട്ടെ. ശ്രുതിക്കാണെങ്കിൽ കയ്യും കാലൊക്കെ വിറക്കുവാണ്. വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്യാമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാട്ടോ. ശ്രുതി എന്തായാലും അശ്വിനെ കൊണ്ട് ആ സൈൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കാനും പോണില്ല. പിന്നെ അശ്വിന്റെ മുമ്പിൽ പോയിട്ട് ഇനി എന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ പശ്ചാത്താപിക്കാൻ പോവല്ലേ. ശ്രുതി, കുമാരി ലക്ഷ്മി, നീ പാടുപെടും. നീ ഇവിടുന്ന് പടി ഇറങ്ങാൻ സമയമായി മോളെ എന്നൊക്കെ ശ്യാമു ഇങ്ങനെ വിചാരിക്കാട്ടോ. അങ്ങനെ ശ്രുതി പതുക്കെ ടെൻഷൻ അടിച്ചിട്ട് അശ്വിന്റെ അടുത്തേക്ക് പോവാണ്. അശ്വിൻ ആ സമയത്ത് വർക്കിന്റെ പണി തിരക്കിലായിരിക്കും കേട്ടോ. അങ്ങനെ പണി എടുത്തോണ്ടിരിക്കുന്ന അശ്വിന്റെ അടുത്തേക്ക് ശ്രുതി പോകുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ നോക്കുന്നേയില്ല. തൊട്ടടുത്ത് ശ്രുതി വന്ന് നിൽക്കണത് അശ്വിൻ അറിയാം. പക്ഷെ ശ്രുതിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ അശ്വിൻ സർ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? അത് കണ്ടു സർ. അല്ല, എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? അതെ, ഈ കമ്പനിയിലെ ഫയലിൽ സൈൻ ചെയ്തിട്ട് ഇപ്പൊ തന്നെ കൊടുത്തയക്കണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആകാശേട്ടൻ. ശരി, അതവിടെ വെച്ചേക്ക്, ഞാൻ സൈൻ ചെയ്തോളാം എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി ആ ഫയലില് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു 10 പേപ്പേഴ്സ് എങ്കിലും ഉണ്ടാവും ആ ഫയലില്. അതിലൊരു 5-6 പേപ്പർ കഴിയുമ്പോഴേക്കും ഈ ശ്യാം തന്ന 3-4 പേപ്പറും കൂടി അതിന്റെ ഇടയിലേക്ക് വെക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ 1-2 പേപ്പർ മാത്രല്ലേ അശ്വിൻ മറിച്ച് നോക്കി വായിച്ചു നോക്കുള്ളൂ. ബാക്കി പേപ്പർ ഒന്നും വായിച്ചു നോക്കില്ലല്ലോ. ആ ധൈര്യത്തിലാണ് ശ്രുതി അങ്ങനെ ഇടയിലേക്ക് വെക്കണത്. ശേഷം പേടിച്ച് ശ്രുതി ആ പേപ്പേഴ്സിന്റെ ഇടയിലേക്ക് ആ പേപ്പറും കൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് അശ്വിന്റെ അടുത്തേക്ക് ആ ഫയൽ കൊടുക്കാണ്. അപ്പൊ അശ്വിൻ ആ ഫയലിൽ ഒപ്പിടുന്നില്ല. അപ്പൊ ശ്രുതി പറയണ്ട, അശ്വിൻ സർ ഒപ്പിടാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കാം. വേണ്ട, നീ അത്ര വലിയ കഷ്ടപ്പെടുമൊന്നും വേണ്ട. എനിക്കറിയാം എപ്പൊ ഒപ്പിടണമെന്നും എപ്പൊ കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ. നീ അതിന്റെ ബിസിനസ് കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട. ഞാൻ തലയിട്ടതെന്നല്ല, അത് അർജന്റായിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ടും പിന്നെ അശ്വിൻ സാർ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ, അതുകൊണ്ടിട്ടാ. ശരി, ഞാൻ സൈൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എവിടെ ഫയല് ഇന്ന് സർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ അശ്വിൻ ആ ഫയൽ നോക്കുന്നുണ്ട്. ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും ഒക്കെ മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ്. അതിനുശേഷം അശ്വിൻ 1ാമത്തെ പേപ്പർ, 2ാമത്തെ പേപ്പർ, 3ാമത്തെ പേപ്പർ ഒക്കെ ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട്. ശ്രുതിക്ക് അങ്ങനെ ആകെ ടെൻഷൻ ആവാട്ടെ. ഈശ്വര, കണ്ടുപിടിച്ചാൽ തീർന്നു, ഇവിടെ നിന്ന് ഓടി പോണ ആ കാര്യമേ ഉള്ളൂ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ശ്രുതി, എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിട്ടോ. അങ്ങനെ അശ്വിൻ ബാക്കി 3 പേപ്പർ കഴിയുമ്പോൾ തൊട്ട് ബാക്കിയുള്ള പേപ്പറിലൊക്കെ ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് സൈൻ ചെയ്യണത്. അതായത് പേപ്പർ വായിച്ചു നോക്കാതെ ശ്രുതിനെ നോക്കിയിട്ട് ഇങ്ങനെ സൈൻ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ശ്രുതി അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ശ്രുതിക്ക് കാര്യം മനസ്സിലായി, അശ്വിൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പേപ്പർ വായിച്ചു നോക്കില്ലെന്ന്. അങ്ങനെ അശ്വിൻ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ. ശ്രുതിയാണെങ്കിൽ ഈശ്വരൻ, ഞാൻ ചെയ്യണത് വലിയ തെറ്റാണ്. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ രക്ഷിച്ചേ പറ്റൂ. ശ്യാം സാർ എന്ന് പറഞ്ഞാൽ രക്ഷിച്ചേ പറ്റൂ. പിന്നെയുള്ള തെറ്റിദ്ധാരണ എനിക്ക് മാറ്റണം. അഞ്ജലി ചേച്ചിയുടെ ജീവിതം സേഫ് ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി ആ പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് പോവാട്ടോ. ശ്യാമിന് ഹാവോ, താൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ ശ്രുതി കൊണ്ട് സൈനൊക്കെ ചെയ്യിപ്പിച്ചു. നാളൊരു സമയത്ത് ഇതിനെക്കുറിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശ്രുതിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് അശ്വിൻ വിചാരിക്കും. അതുമാത്രല്ല, ശ്രുതി എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നും അശ്വിൻ അങ്ങോട്ട് തെറ്റിദ്ധരിക്കും. അതോടുകൂടി എല്ലാം തീർന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ശ്രുതിയാണ് ഇവിടെ ചതിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെ ആവാൻ പാടുള്ളൂ. ശ്രുതി എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വത്തുക്കൾക്ക് വേണ്ടി അശ്വിനെ ചതിച്ചു, സൈൻ ചെയ്യിപ്പിച്ചു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ ശ്യാം സന്തോഷത്തോടെ ഇരിക്കാട്ടോ. അങ്ങനെ അശ്വിനാണെങ്കിൽ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നാണ്. ഏത് നേരവും ശ്രുതിന്റെ മുഖവും കാണുകയും വേണം. അത് മാത്രമല്ല, ശ്രുതി തെറ്റ് ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടില്ലേ, ആ ഒരു ടെൻഷനാണ് അശ്വിൻ. അപ്പൊ അശ്വിൻ വിചാരിക്കുകയാണ്, ഇവിടെ നിന്ന് മാറി നിന്നാ മതിയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ പേപ്പേഴ്സായിട്ട്
ഞാൻ തന്നെ ലണ്ടനിൽ പോയിട്ട് കൊടുത്താലോ? ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല, ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ വിട്ടാൽ മതി. പക്ഷെ വേണ്ട, ഞാൻ തന്നെ പോവാം, എന്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ ഷാമിനെ പണി പാളുവാട്ടോ. കാരണം ആ പേപ്പറായിട്ടാണ് അശ്വിൻ പോകാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കണത്. അശ്വിൻ അങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴേക്കും ശ്രുതി എടുത്ത് ഒന്നും പറയാതെയാണ് അശ്വിൻ രാവിലെ തന്നെ മുങ്ങുന്നത് കേട്ടോ. അശ്വിനെ കാണാതെ ശ്രുതി ആകെ ടെൻഷൻ ആവാണ്. ഈശ്വര, അശ്വിൻ സാർ നമ്മൾ എവിടെ പോയി? അശ്വിൻ സാർ എന്ന് വിളിച്ചു കൂവി വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും കാണുന്നില്ല. ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. എന്താ ശ്രുതി, എന്താ നീ ആലോചിക്കണത്, എന്താ നീ നോക്കുന്നത്? അല്ല, അശ്വിൻ സാറിനെ? ആര്, കുഞ്ഞനെയോ? അതെ. അല്ല, അപ്പൊ അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേന്നോ? എന്ത്? അവൻ രാവിലത്തെ ഫ്ലൈറ്റിന് പോയെന്നോ? എവിടേക്ക്? ലണ്ടനിലേക്ക് പോയെന്നോ? അതെ. അപ്പൊ നിന്നോടൊന്നും പറഞ്ഞില്ല ശ്രുതി? അത് ഞാൻ മറന്നുപോയതാണ് അഞ്ജലി ചേച്ചി. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, പോകുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു, പോയില്ലെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അതെയോ? എനിക്ക് മനസ്സിലായി ശ്രുതി നിന്റെ വിഷമം. കുഞ്ഞൻ അങ്ങനെയാ, അവന്റെ ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാ. സാരില്ല, ഇപ്പൊ അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അവന് തീർച്ചയായിട്ടും മാറും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ആവുമ്പോഴേക്കും അവന് പൂർണ്ണ ഉത്തരവാദിത്വം ആവും. അവൻ ആ കുഞ്ഞിന്റെ കളിച്ചിരി തമാശയില് അവൻ പഴയ കുഞ്ഞൻ തന്നെ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രുതി, നീ വിചാരിച്ചാൽ മാത്രമേ ഇനി കുഞ്ഞിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവന്റെ ഇതൊക്കെ അവൻ മാറ്റിയെടുത്തേ പറ്റൂ. ആളൊരു പാവമാണ്, പക്ഷെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നുള്ളൂ. ഉള്ളിലൊരു പാവാണ്. എനിക്കറിയാലോ എന്റെ അനിയനെ, എനിക്കറിയാൻ ചേച്ചി, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ശ്രുതി പറയാണ്. ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമമാവട്ടെ. ശ്രുതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രീതി വരുന്നുണ്ട്. എന്താ മോളെ, എന്താ കരയണേന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പ്രീതിനെ കെട്ടിപ്പിടിക്കാണ് ശ്രുതി. എന്താ മോളെ, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും അശ്വിൻ സാർ നിന്നോട് പറയാതെയാണ് പോയതെന്ന് ചോദിക്കുമ്പോ, അത് ചേച്ചി, എന്നോട് പറയാതെ പോയത്. എനിക്കറിയില്ല ചേച്ചി, എന്താ സംഭവിച്ച ശ്രുതി? സത്യം പറ ശ്രുതി, വീട്ടിൽ വെച്ചിട്ട് അശ്വിൻ സാർ എന്തെങ്കിലും തിരിച്ചറിഞ്ഞോ? എന്നിട്ട് സത്യം മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുകയാണ്. ഏയ്, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് ശ്രുതി പറയണ്ടേ. സത്യം പറ ശ്രുതി, എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ശ്യാം സാറിനെ കുറിച്ച് അശ്വിൻ സാർ എന്തെങ്കിലും അറിഞ്ഞോ? നീ സത്യം പറ. അതുകൊണ്ടിട്ടാണോ അശ്വിൻ സാറിന്റെ മുഖം ഇപ്പൊ ആകെ വല്ലാത്ത പോലെ, വിഷമം പോലെ, ആരോടും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഏത് നേരം ഓഫീസും വീടും ആരോടും അഞ്ജലി ചേച്ചിയോട് പോലും സംസാരിക്കുന്നില്ല. ശ്രുതി, എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ശ്രുതി എന്ന് പ്രീതി ചോദിക്കുമ്പോ, പ്രീതിയുടെ സത്യമൊന്നും ശ്രുതി പറയുന്നില്ല കേട്ടോ. ഇല്ല ചേച്ചി, അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമവും ടെൻഷനൊക്കെയാണ്. അഞ്ജലി ചേച്ചി ഇങ്ങനെ പ്രഗ്നന്റ് ആണല്ലോ. അത് മാത്രമല്ല, അഞ്ജലി ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രഗ്നൻസി ടൈമിൽ സംഭവിക്കോ, ഡെലിവറി സമയം സംഭവിക്കോ, പിന്നെ ബിസിനസ്സിൽ എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ് ചേച്ചി, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയാട്ടോ. അങ്ങനത്തെ ഭാഗങ്ങളോട് കൂടി തന്നെ ഈ ആഴ്ച അങ്ങനെ കടന്നു പോകും. നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ആണ് നമ്മൾ കാത്തിരിക്കുന്ന പ്രൊമോ കേട്ടോ. നാളത്തെ പ്രൊമോ, വീക്കെൻഡ് പ്രൊമോ, നമ്മുടെ സച്ചി വരുന്നുണ്ട്. അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് സച്ചിയുടെ ആ ഒരു എൻട്രി എന്ന് പറയണത്. അതെങ്ങനെയാണോ, എന്താണോ, സച്ചി ഇവിടുത്തെ ഏത് ക്യാരക്ടർ ആണോ ഒന്നും മനസ്സിലാവണില്ല. കാരണം ഹിന്ദിയിൽ ഇതുപോലത്തെ ഒരു അതിഥി ക്യാരക്ടർ പോലും വരുന്നില്ല. ഇത് തന്നെയാണ് ഇങ്ങനെ തുടർന്ന് പോണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാത്തിരി തന്നെ കണ്ടാലേ ഇത് അതിനെക്കുറിച്ച് കൂടുതൽ റിവ്യൂസും കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.